വെൽക്കം ടു 1S അക്കാദമി. എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് പ്രിലിംസ് എക്സാമിനും മെയിൻസ് എക്സാമിനും സിവിൽ സർവീസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം കൂടിയാണ് ഹിസ്റ്ററി. അതുകൊണ്ട് തന്നെ അതിൽ പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ചും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചുമൊക്കെ UPSC പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ, ഡൈനാസ്റ്റികൾ, അവരുടെ കോൺട്രിബ്യൂഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഡൽഹി ആസ്ഥാനമായി ഭരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രാജാക്കന്മാരൊക്കെയാണ് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗമായി വരുന്നത്. അതുകൊണ്ടാണ് അവരെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ മഹ്മൂദ് ഗസ്നി വരുന്നുണ്ട്. അതുപോലെ അതിനു മുമ്പ് മുഹമ്മദ് കാസിം വരുന്നുണ്ട്. അപ്പോൾ ഇവരൊന്നും ബേസിക്കലി ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗമല്ല. പക്ഷേ അവർ ഇന്ത്യയിലേക്ക് വന്ന പ്രധാനപ്പെട്ട മുസ്ലിം രാജാക്കന്മാർ എന്ന രീതിയിൽ ഏറെ പ്രസിദ്ധരുമാണ് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചും അവരുടെ ഡൈനാസ്റ്റിയെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് AD 712 ഇന്ത്യയിലേക്ക് എത്തിയ മുഹമ്മദ് കാസിമാണ്. അപ്പോൾ അദ്ദേഹം ബേസിക്കലി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ വന്നിട്ട് അവിടെ ഒരു വലിയ ഡൈനാസ്റ്റി ഒന്നും അദ്ദേഹം സ്ഥാപിച്ചിട്ടില്ല. അദ്ദേഹം ഖലീഫ വാലിദിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലുള്ള വെസ്റ്റ് ഭാഗത്ത് വരുന്ന സിന്ധ് എന്ന പ്രൊവിൻസ് അദ്ദേഹം കീഴടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കുറച്ചു കാലം ഭരിക്കുകയും പിന്നീട് ഖലീഫ അബ്ബാസിയ ഖലീഫ മാറുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അധികാരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ബേസിക്കലി ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ സിന്ധ് ഭരിച്ചിരുന്ന ദാഹിറുമായിട്ടാണ് അദ്ദേഹത്തിന് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നത്. ആ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് റേവാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ആ യുദ്ധത്തിൽ ജയിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ പ്രൊവിൻസ് മുസ്ലിം ഡൈനാസ്റ്റിയുടെ അല്ലെങ്കിൽ മുസ്ലിം റൂളറുടെ കീഴിൽ ഇന്ത്യയിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിം റൂളർ ആരാണ്, അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിച്ച് കീഴടക്കിയ മുസ്ലിം റൂളർ ആരാണ് എന്ന് സാധാരണ ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസറായി വരുന്നത് നമ്മുടെ മുഹമ്മദ് കാസിമാണ്. അതിനുശേഷം പിന്നീട് കുറച്ച് കാലത്തിന് ശേഷമാണ് മഹ്മൂദ് ഗസ്നിയൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മഹ്മൂദ് ഗസ്നിയുടെ ആരംഭത്തോടു കൂടിയാണ് ടർക്കിഷ് ഇൻവാൻഷൻ ആക്ച്വലി ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിനു ശേഷം പിന്നീട് വരുന്ന സ്ലേവ് ഡൈനാസ്റ്റിയും അതുപോലെ അതിനുശേഷം വരുന്ന ഖിൽജികളും ഒക്കെ ബേസിക്കലി തുർക്കികളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന തുർക്കി ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ റൂളർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ മുഹമ്മദ് ഗസ്നിയാണ്. എന്നാൽ ആദ്യത്തെ മുസ്ലിം റൂളർ ആരാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അറബ് റൂളർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ മുഹമ്മദ് കാസിമാണ്. അപ്പോൾ ഈ ഡിഫറൻസ് നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് ടർക്കിഷ് ഇൻവാൻഷൻ ആണ്. അപ്പോൾ അദ്ദേഹം ബേസിക്കലി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. മഹ്മൂദ് ഗസ്നി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരിക്കലും ഇന്ത്യയിലേക്ക് വന്നിട്ട് അദ്ദേഹം യുദ്ധം നടത്തിയിട്ട് ഒരു തവണ പോലും അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് പലപ്പോഴും പറയാറുള്ളത്. കാരണം ഇന്ത്യൻ റൂളേഴ്സൊക്കെ ആ കാലം ആയപ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ഡൈനാസ്റ്റി ഒന്നും ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പെറ്റി റൂളേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരെ കീഴടക്കാനും അവരോട് അവിടെ നിന്ന് ലഭിക്കുന്ന സമ്പാദ്യങ്ങളൊക്കെ തിരിച്ച് കൊണ്ടുപോയി ഗസ്നി എന്ന തൻ്റെ ക്യാപിറ്റൽ സിറ്റി അത് നന്നാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിലേക്ക് വന്ന ഒരാളായിരുന്നു മഹ്മൂദ് ഗസ്നി. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഭീമ ഒന്നാമൻ എന്ന ഇന്ത്യൻ റൂളർ ഉണ്ടായിരുന്ന ചാലൂക്യൻ കിങ് ആയിരുന്ന ഭീമ ഒന്നാമൻ, അദ്ദേഹമാണ് ബേസിക്കലി ഈ മഹ്മൂദ് ഗസ്നി ഇന്ത്യ ആക്രമിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ഗുജറാത്തിൽ അദ്ദേഹമായിരുന്നു രാജാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഭീമയെ തോൽപ്പിച്ചുകൊണ്ടാണ് സോമനാഥ് ടെമ്പിളൊക്കെ മഹ്മൂദ് ഗസ്നി കൊള്ളയടിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്നു. അദ്ദേഹം ഒരിക്കലും ഒരു ഡൈനാസ്റ്റി ഇന്ത്യയിൽ സ്ഥാപിക്കണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കംപ്ലീറ്റ്ലി ഇവിടെ നിന്ന് ആവശ്യമുള്ള സമ്പാദ്യങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുക എന്നത് മാത്രമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ബേസിക്കലി നമ്മുടെ മഹ്മൂദ് ഗസ്നിക്ക് ശേഷമാണ് ബേസിക്കലി മുഹമ്മദ് ഗോറി വരുന്നു. അതിനുശേഷമാണ് സ്ലേവ് ഡൈനാസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഐബക്ക്, അദ്ദേഹത്തിൻ്റെ കമാൻഡർ കൂടിയാണ് ഐബക്ക് വരുന്നു. ഐബക്കിന് ശേഷം നമ്മുടെ
ഇൽത്തുമിഷ് വരുന്നു, ബാൽബൻ വരുന്നു, റസിയ വരുന്നു. ഇവരൊക്കെയാണ് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മംലൂക്ക് ഡൈനാസ്റ്റി എന്നൊക്കെ പറയുന്ന ഡൈനാസ്റ്റിയുടെ സ്ഥാപകരായി വരുന്നത്. അപ്പോൾ നമുക്ക് മഹ്മൂദ് ഗസ്നിയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ മഹ്മൂദ് ഗസ്നി ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹം 17 തവണ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ഒരു തവണ വന്ന സമയത്താണ് സോമനാഥ് ടെമ്പിൾ അദ്ദേഹം ആക്രമിച്ച് കീഴടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് ഫസ്റ്റ് ടർക്കിഷ് റൂളർ വു ഇൻവാഡഡ് ഇന്ത്യ എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് മഹ്മൂദ് ഗസ്നിയെ കുറിച്ചാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഒരിക്കൽ പോലും ഒരു പരാജയം നേരിട്ടിട്ടില്ല എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത കൂടിയാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് സോമനാഥ് ടെമ്പിൾ നമ്മൾ പറഞ്ഞു, സോമനാഥ് ടെമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്രമിക്കുന്നുണ്ട്. ആ സമയത്ത് സോമനാഥ് ടെമ്പിൾ ഭാഗം വരുന്ന പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ആരാണ്? ഭീമ ഒന്നാമൻ, ചാലൂക്യൻ കിങ് കൂടിയായ ഭീമ ഒന്നാമൻ കൂടിയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഫിർദോസി, അൽബിറൂനി തുടങ്ങിയ ചരിത്രകാരന്മാരെ അല്ലെങ്കിൽ സഞ്ചാരികളെയൊക്കെ അദ്ദേഹം കൂടെ കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫിർദൗസിയുടെ അക്കാലത്ത് രചിക്കപ്പെട്ട ഷാനാമയും അതുപോലെ അൽബിറൂനിയുടെ പ്രധാനപ്പെട്ട രചനയായ താരീഖുൽ ഹിന്ദും ഒക്കെ പിൽക്കാലത്ത് ഹിസ്റ്റോറിയൻസിന് ഇന്ത്യയെക്കുറിച്ചുള്ള വിവരം ലഭിക്കാനും അതുപോലെ ഇന്ത്യയുടെ അക്കാലത്തെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചൊക്കെ പിൽക്കാലത്ത് ഏറെ പരിചയിക്കപ്പെടാനുമൊക്കെ പ്രധാനപ്പെട്ട കാരണമായി തീരുന്നത്. അപ്പോൾ ഫിർദൗസിയും അൽബിറൂനിയും ബേസിക്കലി നമ്മുടെ മഹ്മൂദ് ഗസ്നിയുടെ കൂടെ ഇന്ത്യയിലേക്ക് വരുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോവരുത്. ഫിർദൗസിയും അൽബിറൂനിയും ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മുടെ മഹ്മൂദ് ഗസ്നിയുടെ കൂടെയാണ്. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട 2 കോൺട്രിബ്യൂഷൻസ് ആണ് ഷാനാമയും അതുപോലെ താരീഖുൽ ഹിന്ദും. ഇനി അടുത്ത ഒരു മുഹമ്മദ് ഘോറിയാണ് അടുത്ത ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഒരു സ്ഥാപകനായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മുഹമ്മദ് ഘോറിയെ അടയാളപ്പെടുത്താം. കാരണം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരു വലിയ പ്രദേശം, ഡൽഹി ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശം ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. അങ്ങനെ അദ്ദേഹം ഭാഗമാക്കിയതിന് ശേഷം അദ്ദേഹം ഡൽഹി ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹമാണ് പിന്നീട് ഒരു സ്ലേവിഷ് ഡൈനാസ്റ്റി ആയിട്ട് അത് സ്ഥാപിക്കുന്നത്. ബേസിക്കലി അത് മുഹമ്മദ് ഘോറി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് യുദ്ധങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും യുദ്ധം ചെയ്യുകയും അങ്ങനെ തിരിച്ചു വരികയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു പരാജയം പോലും നേരിടാത്ത മഹ്മൂദ് ഗസ്നിയെ പോലെ ഒരു പരാജയം പോലും നേരിടാത്ത ഒരു രാജാവല്ല ബേസിക്കലി മുഹമ്മദ് ഘോറി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ മുഹമ്മദ് ഘോറി എന്ന് പറയുന്നത് 3ാമത്തെ മുസ്ലിം റൂളറാണ്. ഇന്ത്യ ആക്രമിച്ച 3ാമത്തെ മുസ്ലിം റൂളറാണ് നമ്മുടെ മഹ്മൂദ് ഘോറി. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു മുഹമ്മദ് ഖാസിം ഉണ്ട്, അതുപോലെ മഹ്മൂദ് ഗസ്നി ഉണ്ട്, പിന്നീട് വരുന്ന ആളാണ് മുഹമ്മദ് ഘോറി. അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഭരിക്കുന്നത് ചൗഹാന്മാരാണ്. നമുക്കറിയാം പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ചൊക്കെ നമ്മൾ ഏറെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം വരുന്ന സമയത്ത് ബാറ്റിൽ ഓഫ് ടെറൈൻ നടക്കുന്നുണ്ട്. അപ്പോൾ ടെറൈൻ വെച്ച് യുദ്ധം നടക്കുമ്പോൾ അതിൽ പൃഥ്വിരാജ് ചൗഹാൻ വളരെ സിമ്പിളായിട്ട് മുഹമ്മദ് ഘോറിയെ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ ആ പരാജയത്തിൽ നിന്ന് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും മുഹമ്മദ് ഘോറി തൊട്ടടുത്ത വർഷം തന്നെ വീണ്ടും പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് യുദ്ധത്തിന് വരുന്നു. ആ യുദ്ധത്തിൽ വളരെ സിമ്പിളായിട്ട് പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്ന അക്കാലത്തെ റൂളേഴ്സിൻ്റെ ഐക്യമില്ലായ്മ, യൂണിറ്റ് ഇല്ലായ്മ ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ചരിത്രകാരന്മാർ പലപ്പോഴും പൃഥ്വിരാജ് ചൗഹാന്റെ പരാജയത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഹമ്മദ് ഘോറിയും ഇന്ത്യ ഒരു വലിയ രാജ്യമാക്കി നിലനിർത്തുകയും അങ്ങനെ ഒരു വലിയ ഡൈനാസ്റ്റി സ്ഥാപിക്കുക എന്ന ലക്ഷ്യമൊന്നും മുഹമ്മദ് ഘോറിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ തിരിച്ചു പോകുന്ന സമയത്ത് ഡൽഹി ഭരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഹമ്മദ് ഘോറി ഏൽപ്പിക്കുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ കമാൻഡർ കൂടിയായ കുത്തുബുദ്ദീൻ ഐബക്കിനെയാണ്. അങ്ങനെ കുത്തുബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മുഹമ്മദ് ഘോറി നേരെ ഖുറാസാനിലേക്ക്, തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അതേ സമയത്ത് തന്നെ ബംഗാൾ ഭാഗങ്ങളിലേക്ക് ആക്രമണത്തിന് നിയോഗിക്കപ്പെട്ടത് ബക്തിയാർ ഖിൽജി ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹവും ആ ബംഗാൾ ഭാഗങ്ങളിൽ ബക്തിയാർ ഖിൽജിയും അതുപോലെ ഡൽഹി ഭാഗത്ത് കുത്തുബുദ്ദീൻ ഐബക്കുമാണ് ബേസിക്കലി അക്കാലത്ത് ഭരിച്ചിരുന്നത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മുഹമ്മദ് ഘോറി വന്നിട്ട് ആദ്യമായിട്ട് പൃഥ്വിരാജ് ചൗഹാനോട് യുദ്ധം നടന്നു. അത് ബാറ്റിൽ ഓഫ് ടെറൈൻ എന്നറിയപ്പെടുന്നു. ആ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ വളരെ സിമ്പിളായിട്ട് മുഹമ്മദ് ഘോറിയെ പരാജയപ്പെടുത്താണ്. പിന്നീട് 2ാമത് യുദ്ധം നടക്കുന്നു. അതിൽ നേരെ മുഹമ്മദ് ഘോറി എന്ത് ചെയ്യുന്നു,
പൃഥ്വിരാജ് ചൗഹാനെ വൃത്തിക്ക് പരാജയപ്പെടുത്തുകയും ആ പരാജയപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ കമാൻഡറായി നിന്നിരുന്നത് കുത്തുബുദ്ദീൻ ഐബക്ക് കൂടിയായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും മാറിപ്പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹി ഭരിക്കാൻ വേണ്ടിയിട്ട് കുത്തുബുദ്ദീൻ ഐബക്കിനെ മുഹമ്മദ് ഘോറി നിയോഗിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ഈ കാണുന്ന ഈ ഒരു മാപ്പിലാണ് നമുക്ക് ഖുറൈഡ് സുൽത്താനേറ്റ് എന്ന പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഈ പ്രദേശം ബേസിക്കലി അദ്ദേഹം സ്ഥാപിച്ച, മുഹമ്മദ് ഘോറി സ്ഥാപിച്ച പ്രധാനപ്പെട്ട ഒരു പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതിൽ ബംഗാൾ ഭാഗത്ത് നമ്മൾ പറഞ്ഞു ബക്തിയാർ ഖിൽജി പോയിട്ടുണ്ട്. ഡൽഹി ഭാഗത്ത് പോയിട്ടുള്ളത്, ഡൽഹി ഭരിക്കാൻ പോകുന്നത് നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് കൂടിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം തിരിച്ചു പോയി. അങ്ങനെ അതിനുശേഷമാണ് മംലൂക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഗുലാം ഡൈനാസ്റ്റി, സ്ലേവിഷ് ഡൈനാസ്റ്റി, അങ്ങനെ പല പേരുകളിലായിട്ട് അറിയപ്പെടുന്ന ഈ മംലൂക്ക് ഡൈനാസ്റ്റി സ്റ്റാർട്ടാകുന്നത്. ബേസിക്കലി ഈ മംലൂക്ക് ഡൈനാസ്റ്റി എന്ന് ഈ ചരിത്രകാരും ഹിസ്റ്റോറിയൻസ് അതിനെ വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ മംലൂക്ക് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അറബിയിൽ, അല്ലെങ്കിൽ ഉലാം ഡൈനാസ്റ്റി എന്നൊക്കെ പറയാറുണ്ട്. അറബിയിൽ ഉലാം എന്ന് പറയും, അതായത് അടിമ എന്നാണ് ഇതിൻ്റെ ബേസിക്കലി അർത്ഥം. അപ്പോൾ ഈ കുത്തുബുദ്ദീൻ ഐബക്ക് ബേസിക്കലി മുഹമ്മദ് ഘോറിയുടെ കമാൻഡർ ആകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അടിമ കൂടിയായിരുന്നു. ഏറ്റവും വിശ്വസ്തരായ ആളുകളായിരിക്കും പലപ്പോഴും അടിമകൾ. അതുകൊണ്ട് തന്നെ അവരുടെ മാസ്റ്റേഴ്സിനോട് അവർക്ക് നല്ല കൂറും കാര്യങ്ങളും ഒക്കെ എപ്പോഴും പുലർത്താറുണ്ട്. അതുകൊണ്ട് തന്നെ കുത്തുബുദ്ദീൻ ഐബക്കിനെ വളരെ വിശ്വാസ്യതയോടു കൂടി തന്നെ മുഹമ്മദ് ഘോറി ഡൽഹി ഭരിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം വരുന്ന കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഒരു അടിമയാണ് ഇൽത്തുമിഷ്. പിന്നീടാണ് ഈ രണ്ട്, കുത്തുബുദ്ദീൻ ഐബക്കും ഇൽത്തുമിഷുമാണ് ബേസിക്കലി സ്ലേവിഷ് ഡൈനാസ്റ്റിയുടെ പ്രചാരകരാകുന്നത്. അവരാണ് യഥാർത്ഥ സ്ലേവ്സായി മാറുന്നത്. പിന്നീട് വരുന്ന റസിയ ഇൽത്തുമിഷിൻ്റെ മകളാണ്. പിന്നെ അതിനുശേഷം വരുന്ന ഗിയാസുദ്ദീൻ ബാൽബനൊക്കെ പിന്നീട് ഒരുപാട് രാജാക്കന്മാർ മാറി മാറി വന്നതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട രാജാവാണ് ബാൽബൻ. ബേസിക്കലി അദ്ദേഹം റസിയയുടെയോ അല്ലെങ്കിൽ അവരുടെ ആരുടെയും അടിമകളല്ല. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കും ഇൽത്തുമിഷുമാണ് പ്രധാനപ്പെട്ട സ്ലേവിഷ് ഡൈനാസ്റ്റിയുടെ ഭാഗമായി വരുന്ന അടിമകൾ എന്ന നിലയിൽ തന്നെ പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് മംലൂക്ക് ഡൈനാസ്റ്റി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഈ മംലൂക്ക് ഡൈനാസ്റ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടോട്ടൽ ഡൽഹി സുൽത്താനേറ്റിനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചില ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ സുൽത്താൻമാർ ഉണ്ടായിട്ടുള്ളത് ഗുലാം ഡൈനാസ്റ്റിയിലാണ്. ബേസിക്കലി നമ്മൾ പഠിക്കുമ്പോൾ സാധാരണ കുത്തുബുദ്ദീൻ ഐബക്കിനെ പഠിക്കാറുണ്ട്. കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം നേരെ ഇൽത്തുമിഷിലേക്ക് പോകുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറിയ മകൻ വരുന്നുണ്ട്. പക്ഷെ ആ മകൻ എന്ത് ചെയ്യാണ്, ഇൽത്തുമിഷ് മാറ്റാണ്. അങ്ങനെ ഇൽത്തുമിഷ് വരുന്നു. ഇൽത്തുമിഷും സ്വാഭാവികമായിട്ട് റസിയനെ ഏൽപ്പിക്കുന്നുണ്ട്. റസിയനെ ഏൽപ്പിച്ചെങ്കിലും ഇൽത്തുമിഷ് മരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ റസിയ അല്ല അധികാരത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, സ്ത്രീകൾ അധികാരത്തിലേക്ക് വരുന്നതിനോട് അക്കാലത്ത് ആ പാട്രിയാക്കൽ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് തൃപ്തികരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വേറെ ഒരാളെയായിരുന്നു അപ്പോയിന്റ് ചെയ്തിരുന്നത്. ഇങ്ങനെ അതുപോലെ റസിയയ്ക്ക് ശേഷം ഒരുപാട് കാലം പല ചെറിയ ചെറിയ റൂളേഴ്സൊക്കെ വന്നു പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 9ാമത്തെ ഭരണാധികാരിയായിട്ടാണ് നമ്മുടെ ബാൽബനൊക്കെ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സുൽത്താൻമാർ ഏത് ഡൈനാസ്റ്റിയുടെ ഭാഗമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് ഗുലാം ഡൈനാസ്റ്റിയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ അതുപോലെ മാക്സിമം പീരീഡ് ഇന്ത്യ ഭരിച്ചിട്ടുള്ള ആളുകൾ ആരാണ്, അത് തുഗ്ലക്കുകളാണ്. എന്നാൽ മിനിമം പീരീഡ്, തുഗ്ലക്കിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ മുഹമ്മദ് തുഗ്ലക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ നന്നായിട്ട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഏറ്റവും കൂടുതൽ മിനിമം പീരീഡിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗമായി വരുന്നത് ഖിൽജികളാണ്. നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയൊക്കെ അതിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഈ തുഗ്ലക്ക് തന്നെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ, ഈ തുഗ്ലക്കിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ വാസ്റ്റ് ടെറിറ്ററി ഇന്ത്യയുടെ ഭാഗമാകുന്നത്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യം, ആ രാജ്യം ഒരുപാട് സൗത്ത് ഭാഗത്തും അതുപോലെ നോർത്ത് ഭാഗത്തും ഒക്കെ പല പല റൂളേഴ്സ് ഭരിക്കുന്നത് കാണാൻ പറ്റും. ഈ തുഗ്ലക്കുകൾ ഭരിക്കുന്ന സമയത്തൊക്കെയാണ് വിജയനഗര ഫോം ചെയ്യുന്നത്, ബാമാനി കിങ്ഡം സൗത്തിൽ ഫോം ചെയ്യുന്നത്. അങ്ങനെ പല പല ചെറിയ ചെറിയ ഡൈനാസ്റ്റീസ് ഒക്കെ പല സമയത്തും ഫോം ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും തുഗ്ലക്കുകൾ അവരെയൊക്കെ പല രാജാക്കന്മാരും പരാജയപ്പെടുത്തുകയും അവരൊക്കെ തുഗ്ലക്കിൻ്റെ അധീനതയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വാസ്റ്റ് ടെറിറ്ററി ആരുടെ കാലത്താണ് ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറയുമ്പോൾ തുഗ്ലക്കുകളെയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. പിന്നീട് സെയ്ദുകളാണ്. അവർ വളരെ കുറഞ്ഞ ഒരു പ്രദേശം മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. അപ്പോൾ സെയ്ദുകൾ നമുക്ക് അറിയാം, നമ്മൾ തിമൂർ ഇന്ത്യ ആക്രമിക്കുന്നുണ്ട്.
തിമൂറുകൾ ഇന്ത്യ ആക്രമിച്ചതിന് ശേഷം പിന്നീട് വരുന്ന ഡൈനാസ്റ്റികളാണ് സയ്യിദുകളും അതുപോലെ ലോധികളും. അപ്പോൾ അവർ ആ തിമൂർ വന്ന് ഇവിടെ ആക്രമിച്ച് കീഴടക്കുന്ന സമയം ആയപ്പോഴേക്കും ഡൽഹി സുൽത്താനേറ്റ് ആ വലിയ ടെറിറ്ററി അവർക്ക് നഷ്ടപ്പെടുകയും വളരെ ഡൽഹിയും അതുപോലെ അതിൻ്റെ ചുറ്റുഭാഗമുള്ള പ്രദേശങ്ങളും മാത്രമായിട്ട് ഡൽഹി സുൽത്താനേറ്റ് മാറുകയാണ്. അപ്പോൾ വളരെ ലീസ്റ്റ് ടെറിറ്ററി ആയിരുന്നു സയ്യിദുകളൊക്കെ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയാം. പിന്നീടാണ് ലോധികൾ വരുന്നത്. പിന്നെ ലോധിയെ പരാജയപ്പെടും. ലോധി ഡൈനാസ്റ്റിക്ക് അവസാനം കുറിച്ചുകൊണ്ടാണ് മുഗൾ ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്രൊണോളജി എപ്പോഴും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ മംലൂക്ക് സുൽത്താനേറ്റിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മംലൂക്ക് സുൽത്താനേറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്. ആദ്യമായിട്ട് നമ്മൾ കുത്തുബുദ്ദീൻ ഐബക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം പ്രധാനപ്പെട്ടതാരാണ്, ഇൽത്തുമിഷ് ആണ്. പിന്നീട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏക വുമൺ റൂളറായിട്ട്, മുസ്ലിം വുമൺ റൂളറായിട്ട് അടയാളപ്പെടുത്തുന്ന ആളാണ് റസിയ. പിന്നെ അതിനുശേഷം വരുന്ന പ്രധാനപ്പെട്ട ആള് ബാൽബനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആളുകളാണ് നമുക്ക് പ്രധാനമായിട്ടും മംലൂക്ക് സുൽത്താനേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സ്ലേവ്സ് ഡൈനാസ്റ്റിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട ഈ 4 ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്ക് നിങ്ങൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ പേരിൽ നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു മിനാരം തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. കുത്തുബ് മിനാർ എന്നാണ് അതറിയപ്പെടുന്നത്. ഇദ്ദേഹം ബേസിക്കലി സ്ലേവ് ഓഫ് മുഹമ്മദ് ഗോറി, മുഹമ്മദ് ഗോറിയുടെ ഒരു അടിമയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലേവ്സ് ഡൈനാസ്റ്റി എന്ന് ഇവർ രണ്ടുപേരെയും കുറിച്ച് പറയാറുണ്ട്. ഓക്കെ, കുത്തുബുദ്ദീൻ ഐബക്കിനെ കുറിച്ചും ഇൽത്തുമിഷിനെ കുറിച്ചും. അങ്ങനെ ഇദ്ദേഹം ഗോറി ഇന്ത്യ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത്, ഖുറാസാനിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് കുത്തുബുദ്ദീൻ ഐബക്കിനെയാണ് ഡൽഹി ഭരിക്കാൻ വേണ്ടി അദ്ദേഹം നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഒരു അടിമ കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ടർക്കിഷ് റൂൾ എന്ത് ചെയ്യുക, ഇന്ത്യയിൽ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ മുഹമ്മദ് ഗോറി വന്ന് കീഴടക്കിയ പ്രദേശങ്ങളെക്കാൾ ഒരുപാട് പ്രദേശങ്ങൾ അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമാക്കി, അദ്ദേഹത്തിന്റെ ഈ ടർക്കിഷ് ഡൈനാസ്റ്റിയുടെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ഇദ്ദേഹത്തെ പലപ്പോഴും ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുള്ളത് ലാഖ് ബാക്ഷ് എന്നാണ്. അത് അദ്ദേഹത്തിന്റെ കുറിച്ച് അങ്ങനെ പറയാനുള്ള കാരണം ഒരുപാട് സ്വതക്ക ചെയ്യുന്ന, ഒരുപാട് ദാനകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും അദ്ദേഹത്തെ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്താറുള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ലാഖ് ബാക്ഷ് എന്ന് ചെയ്യുന്നത് വിളിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് കുത്തബ് മിനാർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. നമ്മൾ പറയുമ്പോൾ കുത്തബ് മിനാർ ആരാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ കുത്തബ് മിനാർ ആരാണ് ഉണ്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് കുത്തുബുദ്ദീൻ ഐബക്കിനെ തന്നെയാണ്. എന്നാൽ അദ്ദേഹം ബേസിക്കലി ആദ്യത്തെ ഫസ്റ്റ് സ്റ്റോറി മാത്രമേ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൂ. പിൽക്കാലത്ത് വരുന്ന രാജാക്കന്മാരാണ് അത് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് കേവലം നമ്മൾ ഇതിൽ പറയുന്നത് പോലെ തന്നെ 1206 മുതൽ 10 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ മാത്രമേ അവർക്ക് ഭരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ കാലം ഭരിക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുത്തബ് മിനാർ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു കാലയളവൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എന്നിരുന്നാലും കുത്തബ് മിനാർ ഇന്ത്യ കണ്ട ഒരു ടാളസ്റ്റ് ടവറായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. 232 ഫീറ്റ് ഹൈറ്റ് നമ്മുടെ കുത്തബ് മിനാറിന് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ കാണുന്നതാണ് കുത്തബ് മിനാർ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, കൂവത്തുൽ ഇസ്ലാം മോസ്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ കൂവത്തുൽ ഇസ്ലാം മോസ്കും അതുപോലെ കുത്തബ് മിനാറും പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നിർമ്മിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബേസിക്കലി കുത്തുബുദ്ദീൻ ഐബക്കിനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പരാമർശിക്കേണ്ടത്. കൂവത്തുൽ ഇസ്ലാം മോസ്കും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഇനി ഇതേ നമ്മൾ പറഞ്ഞു ഈ അബ്ബാസിയ ഖിലാഫത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരുന്നു ഈ ഗോറി ഡൈനാസ്റ്റിയിലുള്ള ആളുകളൊക്കെ വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്നാൽ അബ്ബാസിയ ഖിലാഫത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഭരിക്കണമെന്ന് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അബ്ബാസിയ ഖിലാഫത്തിലെ ആളുകളുടെ രാജാക്കന്മാരുടെ പേരുകളൊക്കെ അദ്ദേഹം കോയിൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സോവർജിനിറ്റി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും പുറമേക്ക് ഞാനൊരു സോവറിൻ റൂളർ ആണ് എന്ന് ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ബേസിക്കലി അബ്ബാസിയ ഖിലാഫത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ അവരുടെ പേരുകളും അവരുടെ കാര്യങ്ങളും ഒക്കെ കോയിൻസിൽ നിന്നും മറ്റൊക്കെ അദ്ദേഹം മാറ്റം വരുത്താനുള്ള ഒരു ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു ഇൻഡിപെൻഡന്റ് ആയ ഒരു റൂളറായി അറിയപ്പെടണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അവിചാരിതമായി മരണത്തിലേക്ക് എടുത്തു ചാടിയ ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് പോളോ കളിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. ഈ പോളോ എന്ന് പറഞ്ഞാൽ ചൗഗാൻ എന്ന്
എന്ത് ചെയ്യും ഈ പേർഷ്യൻ ലാംഗ്വേജിൽ പറയാറുണ്ട്. ചൗഗാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹോക്കി കളിക്കാറുണ്ട്. അപ്പോൾ ഹോക്കി കളിക്കുന്ന സമയത്ത് കുതിരപ്പുറത്ത് കളിക്കുന്ന ഒരു ഹോക്കിയാണ് ബേസിക്കലി ചൗഗാൻ അല്ലെങ്കിൽ ഹോർസ് പോളോ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം അങ്ങനെ അത് കളിക്കുന്ന സമയത്ത് കുതിരപ്പുറത്ത് നിന്ന് വീണിട്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേവലം 4 വർഷം മാത്രമേ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഒരു ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 4 വർഷം മാത്രമേ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഭരിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ഇദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം മരിക്കുന്നത് ലാഹോറിലാണ്. അദ്ദേഹത്തിന് ടോംബ് കിടക്കുന്നത് ലാഹോറിലാണ്. അപ്പോൾ നമുക്കറിയാം ഈ മുഹമ്മദ് ഘോറി ബേസിക്കലി ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കിനെ അധികാരം ഏൽപ്പിക്കുന്നു. പക്ഷേ കുത്തുബുദ്ദീൻ ഐബക്ക് ഡൽഹിയിൽ നിന്ന് ബേസിക്കലി അദ്ദേഹം ക്യാപിറ്റൽ നേരെ ലാഹോറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്ക് ഒരിക്കലും ഡൽഹി കേന്ദ്രീകരിച്ചിട്ട് ആയിരുന്നില്ല ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ടോംബും ലാഹോറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ടോംബാണ് അനാർക്കലി ബസാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അനാർക്കലി ബസാർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ കുത്തുബുദ്ദീൻ ഐബക്ക് അവിചാരിതമായി മരണപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ആറം ഷായാണ് അധികാരത്തിൽ വരുന്നത്. കേവലം 8 മാസം ഒക്കെ പ്രായമുള്ള ഒരു കുട്ടിയാണ് ആറം ഷാ. അപ്പോൾ രാജാവ് മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മക്കളെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു സിസ്റ്റം അക്കാലത്ത് ഉണ്ടായിരുന്നു. എന്നാലും ഈ ആറം ഷാക്ക് സ്വാഭാവികം നമുക്ക് അറിയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് ഭരിക്കാനുള്ള പ്രാവീണ്യം അല്ലെങ്കിൽ ആ പ്രായമൊന്നും അദ്ദേഹത്തിന് എത്തിയിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹത്തെ അധികാരത്തിൽ നീക്കിയിട്ട് ഇൽത്തുമിഷാണ് ഇന്ത്യ അദ്ദേഹത്തിന്റെ അടുത്ത ഭരണാധികാരിയായിട്ട് ഇന്ത്യ ഭരിക്കാൻ വരുന്നത്. നമുക്കറിയാം ഈ കുത്തുബുദ്ദീൻ ഐബക്കിന് ബേസിക്കലി ഇന്ത്യയിൽ ഒരുപാട് ഡൈനാസ്റ്റി എക്സ്പാൻഡ് ചെയ്യാനോ സൗത്ത് ഭാഗത്തേക്ക് കൊണ്ടുവരാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അതിനുള്ള കാലയളവ് കിട്ടിയിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ടർക്കിഷ് റൂളിന്റെ റിയൽ കൺസോൾഡേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയമില്ല, നമുക്ക് പറയാൻ കഴിയും ഇൽത്തുമിഷിനെ കുറിച്ചാണ്. അദ്ദേഹം ബേസിക്കലി നമ്മുടെ ഐബക്കിന്റെ ഒരു അടിമ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൽത്തുമിഷ് കുത്തുബുദ്ദീൻ ഐബക്കിന് ഏറെ വിശ്വസ്തനായ ഒരാൾ കൂടിയായിരുന്നു ഇൽത്തുമിഷ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അങ്ങനെ അദ്ദേഹം ആറം ഷാ അധികാരത്തിലുള്ള സമയത്ത് ആറം ഷാനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. കാരണം അദ്ദേഹത്തിന് അതിനുള്ള പ്രാവീണ്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആറം ഷാൻ അദ്ദേഹം പുറത്താക്കി. എന്നിട്ട് എന്ത് ചെയ്തു, ഇദ്ദേഹം സുൽത്താനായിട്ട് അവരോധിക്കപ്പെടുകയാണ്. ഷംസുദ്ദീൻ എന്ന പേരിലാണ് ഇൽത്തുമിഷ് അന്ന് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ചരിത്രകാരന്മാര് ഷംസുദ്ദീൻ എന്ന പേരിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തി നമ്മുടെ ഇൽത്തുമിഷാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് ദൗത്യങ്ങളുണ്ട്. നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് പൂർത്തീകരിക്കാതെ വിട്ടുപോയ ഒരുപാട് ദൗത്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊനുമെന്റ്സുകളൊക്കെ കംപ്ലീറ്റ് ആക്കുന്ന വ്യക്തി ഇൽത്തുമിഷാണ്. അപ്പോൾ അതും ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഖുവത്തുൽ ഇസ്ലാം മോസ്ക് നിർമ്മിക്കുന്നത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. അതുപോലെ കുത്തബ് മിനാർ നിർമ്മിക്കുന്നത് കുത്തുബുദ്ദീൻ ഐബക്കാണ്. പക്ഷേ അത് കംപ്ലീറ്റ് ആക്കുന്ന ആ ചുമതല, ആ ഡ്യൂട്ടി നിർവഹിക്കുന്നത് ആരാണ്? ഇൽത്തുമിഷാണ്. അപ്പോൾ അത് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു, നമ്മൾ കുത്തുബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഖലീഫ സുൽത്താന്റെ പേരുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ കോയിൻസിൽ നിന്ന് പതുക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഐബക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു പുതിയ അറബിക് കോയിനേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആര്? ഇൽത്തുമിഷ്. അപ്പോൾ അതിന് അദ്ദേഹം ചില പേരുകൾ ഇട്ടിട്ടുണ്ട്. സിൽവർ കോയിന് സിൽവർ തങ്ക എന്ന് പറയും. കോപ്പറിന്റെ കോയിൻസിന് ജിത്താൾ എന്ന് പറയാറുണ്ട്. അതുപോലെ ബ്രോൺസിന്റെ കോയിൻസിന് ബിറാൻസ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഒരു ന്യൂ അറബിക് കോയിനേജ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൽത്തുമിഷാണ്. അപ്പോൾ ഇതൊരിക്കലും മാറിപ്പോകരുത്. നമ്മൾ ഒരിക്കലും കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെയൊക്കെ അറബിക് കോയിനേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അത് തെറ്റായ ആൻസർ ആയിരിക്കും, ഒരിക്കലും മാറിപ്പോകരുത്. ഓക്കെ, പിന്നെ ഇദ്ദേഹം നമ്മൾ പറഞ്ഞു റിയൽ കൺസോൾഡേറ്റർ ആയിട്ടാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് പുതിയ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇഖ്താദാരി സിസ്റ്റം. ഇഖ്താദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ഒരു പ്രൊവിൻസ്, നമ്മുടെ ഒരു സ്റ്റേറ്റിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ആക്കി കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ പ്രൊവിൻസുകളായിട്ട് ഒരു സ്റ്റേറ്റ്, ഇപ്പോൾ ഇതൊരു സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റുകളെ ഓരോ ഡിവൈഡ് ആക്കിയിട്ട് ഓരോ പ്രൊവിൻസുകൾ ആക്കി ഏൽപ്പിക്കും. ഈ പ്രൊവിൻസുകളെ ഭരിക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ ലാൻഡ് റവന്യൂ കാര്യങ്ങൾ, അതുപോലെ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളെ അല്ലെങ്കിൽ ഗവർണേഴ്സിനെ അല്ലെങ്കിൽ ഇഖ്താദാർമാരെ നിയമിക്കും. അപ്പോൾ ഇതിനാണ് ഇഖ്ത എന്ന് പറയുക. ഇതിന് ഇഖ്ത എന്ന് പറയുകയും അതുപോലെ അത് നിയന്ത്രിക്കുന്ന ആളുകളെ ഇഖ്താദാർ എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ട്.
സോ ഇത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ലോ ആൻഡ് ഓർഡറും അതുപോലെ തന്നെ അവിടുത്തെ റവന്യൂ സിസ്റ്റം ഒക്കെ കളക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം എന്ന നിലക്കാണ് നമ്മുടെ ഇൽത്തുമിഷ് ഇത് ആവിഷ്കരിക്കുന്നത്. പക്ഷേ ബേസിക്കലി നമ്മൾ മാറിപ്പോകരുത്, ഇതൊരിക്കലും നോട്ട് ഹെറിഡിറ്ററി ആയിരുന്നു. അതായത് ഇവിടെ ഒരു ഇക്താദാറിനെ ഏൽപ്പിക്കുന്നു, ആ ഇക്താദാർ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകന് ഒരിക്കലും ആ സ്ഥാനം കിട്ടില്ല. സ്വാഭാവികമായിട്ട് കാപ്പബിൾ ആയ ആളുകളെ മാത്രമേ ഇക്താദാരി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയും ആ കേപ്പബിൾ ആയ ആൾക്കാർക്ക് മാത്രമേ അത് ഭരിക്കാനുള്ള അവകാശം ലഭിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും മക്കൾക്ക് ആ ഒരു സിസ്റ്റം റണ്ണ് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആണ് ചഹൽഗാനി സിസ്റ്റം. നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു മിനിസ്ട്രി ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടാവും, ആ പ്രധാനമന്ത്രിക്ക് ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും, അത് പ്രധാനപ്പെട്ട നോബിൾസും അതുപോലെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും അതിൽ ഉണ്ടാവുക. അതേപോലെ അക്കാലത്ത് ഇൽത്തുമിഷ് ആവിഷ്കരിച്ച ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു സംവിധാനമാണ് ചഹൽഗാനി സിസ്റ്റം. അതായത് അക്കാലത്ത് അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇവരോട് കൂടി കൂടിയാലോചന നടത്തിയിട്ടാണ് പലപ്പോഴും അദ്ദേഹം എടുക്കാറുള്ളത്. അതായത് അക്കാലത്തെ നോബിൾസിന് ഒരു 40 നോബിൾസ് ആണ് അതിലുണ്ടാവുക. ആ നോബിൾസിന് വലിയ ഇൻഫ്ലുവൻസ് ഇദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നമ്മുടെ ഇൽത്തുമിഷിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിൻ്റെതായിട്ട് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് പോളിസി ഓഫ് ആലുഫ്നസ് എന്ന് പറഞ്ഞാൽ, അക്കാലത്ത് നമുക്കറിയാം ഈ ഡൽഹി സുൽത്താനേറ്റിന് എല്ലാ കാലത്തും നേരിടേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ആയിരുന്നു ചെങ്കിസ് ഖാൻ ഉൾപ്പെടുന്ന മംഗോളിയന്മാരുടെ നിരന്തരമായ ആക്രമണം. അപ്പോൾ മംഗോളിയന്മാർ നമ്മുടെ ഇൽത്തുമിഷിന്റെ കാലത്താണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് UPSC ഒരു തവണ ആരുടെ കാലത്താണ് മംഗോളിയന്മാർ ഇന്ത്യയിലേക്ക് വന്നത് എന്നൊരിക്കൽ UPSC പ്രിലിംസിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ട് കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ മംഗോളിയൻ രാജാവായ ചെങ്കിസ് ഖാൻ ഇന്ത്യയുടെ ആ പ്രദേശത്തേക്ക് ആക്രമിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഖവാരിസിം അടക്കമുള്ള പ്രദേശം ഭരിച്ചിരുന്ന മംഗാബർണി എന്ന രാജാവ് എന്ത് ചെയ്തു, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇൽത്തുമിഷിനെ സമീപിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ഇൽത്തുമിസ് അദ്ദേഹത്തിന് അഭയം കൊടുക്കാൻ തയ്യാറായില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ചെങ്കിസ് ഖാൻ എന്ന കരുത്തനായ രാജാവാണ്, അദ്ദേഹത്തിന് അഭയം കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ രാജ്യവും ആക്രമിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒന്നും അറിയാത്ത പോലെ ഒരു പോളിസി ഓഫ് ആലുഫ്നസ് എന്ന ആ ഒരു നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിൽ ഇടപെടാത്ത മാറി നിൽക്കുന്ന ഒരു സമീപനമാണ് അപ്പോൾ നമ്മുടെ ഇൽത്തുമിഷിൻ്റെതായിട്ട് നമുക്ക് കാണാൻ കഴിയാം. പിന്നെ അദ്ദേഹം നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് ഗോറികൾ വരുന്ന സമയത്ത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡൽഹി തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കാണ് ഈ ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ലാഹോറിലേക്ക് മാറ്റും. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ടോംബൊക്കെ കിടക്കുന്നത് ലാഹോറിലാണ്, അത് അനാർക്കലി ബസാറാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഇൽത്തുമിഷ് വന്ന സമയത്ത് ഈ ക്യാപിറ്റൽ അദ്ദേഹം ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ വീണ്ടും ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരികളൊക്കെ പിന്നീട് ഭരിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇദ്ദേഹം ഒരു മോസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് അദായ് ദിൻ കാ ജോംബ്ര. അത് അജ്മീറിലാണുള്ളത്. സോ ഇത് അജ്മീറിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മോസ്കാണ് അദായ് ദിൻ കാ ജോബ്ര എന്നാണ് ആ മോസ്ക് അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ മെഹ്റോളിയിൽ ഇദ്ദേഹം ഒരു വലിയ റിസർവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പേരാണ് ഹൗസി ഷംസി. ഇത് ഓർക്കാൻ നല്ല സുഖമാണ്, കാരണം ഷംസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇൽത്തുമിഷിന്റെ യഥാർത്ഥ പേരെന്താണ്, ഷംസുദ്ദീനാണ്. അപ്പോൾ ഹൗസി ഷംസി, ഹൗസ് എന്ന് നമ്മൾ പള്ളികളിലൊക്കെ ഹൗസ് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേർഷ്യൻ ഉപയോഗമാണ് ഹൗസി. അപ്പോൾ ഹൗസി ഷംസി എന്ന് പറയുന്നത് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു തടാകമാണ്. പിന്നെ ഇദ്ദേഹം ഇൽത്തുമിഷിന്റെ മരണസമയമാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ട്. റസിയയും അതുപോലെ റുക്നുദ്ദീൻ ഫിറോസ് ഷാ ഉൾപ്പെടെയുള്ള മക്കളൊക്കെ അദ്ദേഹത്തിന്റെ മരണ സമയത്ത് ഇവിടെ രംഗത്തുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വാസ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കാപ്പബിൾ ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നത് സുൽത്താന റസിയ ആയിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തതും സുൽത്താന റസിയ തന്നെയായിരുന്നു. പക്ഷേ അക്കാലത്തുള്ള ആളുകൾക്ക് സുൽത്താന റസിയ അധികാരത്തിലേക്ക് വരുന്നതിനോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, അടുത്ത ഭരണാധികാരിയായിട്ട് നോബിൾസ് അവരോധിച്ചത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള റുക്നുദ്ദീൻ ഫിറോസ് ഷാനെ ആയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് റുക്നുദ്ദീൻ ഫിറോസ് ഷാക്ക് നോബിൾസിന്റെ പിന്തുണ കൂടി കിട്ടിയിരുന്നു. അപ്പോൾ നമ്മുടെ ഇൽത്തുമിഷിന്റെ ആഗ്രഹം റസിയയെ ഭരണാധികാരിയാക്കണമെന്നായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യില്ല,
ആ ഒരു സ്വപ്നം ഒരിക്കലും പൂവണിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം. പക്ഷെ റസിയ ബുദ്ധിമതിയാണ്. അപ്പൊ അതിലേക്ക് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോ ഈ ഇദ്ദേഹത്തിന്റെ ഈ റുക്നുദ്ദീനെ നമ്മുടെ റസിയ സുൽത്താന പതുക്കെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. റുക്നുദ്ദീനെ ഒരു യുദ്ധത്തിന് പറഞ്ഞയക്കുകയും അവിടെ വെച്ചിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തതായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഓക്കെ, അങ്ങനെ റസിയ സുൽത്താന പതുക്കെ അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ റസിയ സുൽത്താന ഇന്ത്യൻ മുസ്ലിം റൂളേഴ്സിലും അതുപോലെ ഇന്ത്യയിൽ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ റൂളേഴ്സിലും ഏറെ പ്രസിദ്ധി ആർജിച്ച ഒരു ഭരണാധികാരിയാണ്. കാരണം ഇവള് ഈ റസിയ സുൽത്താന ഫസ്റ്റത്തെയും ലാസ്റ്റും ഫീമെയിൽ മുസ്ലിം റൂളറായിട്ടാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല നമുക്കറിയാം, നമ്മുടെ റസിയ സുൽത്താനിന്റെ കാലഘട്ടത്തിലാണ് ഈ നേരത്തെ അവിടെയുള്ള ബ്യൂറോക്രസിയിലൊക്കെ പ്രധാനമായിട്ടും തുർക്കികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താ, മുഹമ്മദ് ഘോർ തുർക്കിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ വരുന്ന രാജാക്കന്മാരൊക്കെ ടർക്കിഷ് ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടായിരുന്നു വരുന്നത്. അതുകൊണ്ട് കുത്തുബുദ്ദീൻ ഐബക്ക് ബ്യൂറോക്രസിയെ നിയന്ത്രിച്ച സമയത്തും പ്രധാനമായിട്ടും തുർക്കികൾ തന്നെയായിരുന്നു ബ്യൂറോക്രസിയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇൽത്തുമിഷിന്റെ കാലത്തും ഇതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ റസിയ സുൽത്താന ഈ നോബിൾസിനെ നിലക്ക് നിർത്താൻ കൂടി വേണ്ടിയിട്ട് നോൺ ടർക്കിഷ് ആയ ആൾക്കാരെയൊക്കെ ഹയർ പോസ്റ്റിലേക്ക് പതുക്കെ അപ്പോയിന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം നോബിൾസിന്റെ ഇടയിലും ഈ ചഹൽഗാനി നേരത്തെ ഇൽത്തുമിഷ് സ്ഥാപിച്ചിട്ടുള്ള 40 നോബിൾസിന്റെ ഒരു കൂട്ടായ്മയായ ചഹൽഗാനി സിസ്റ്റത്തിന്റെ ഇടയിലും അതുപോലെ റൂളറായ സുൽത്താന റസിയന്റെ ഇടയിലും ഒരുപാട് ക്ലാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും മാത്രമല്ല ഈ റസിയ സുൽത്താനിന്റെ ഒരു സ്ലേവ് ആയിരുന്ന അബിസീനിയൻ അടിമയായിരുന്ന യാക്കൂത്തിനെ ഇവര് റസിയ സുൽത്താന മാസ്റ്റർ ഓഫ് റോയൽ ഹോഴ്സസ് എന്ന മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ കമാൻഡർ ആയിട്ട് വരെ നിയമിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ബേസിക്കലി അക്കാലത്ത് ടർക്കിഷ് ആയ നോബിൾസിനും ചഹൽഗാനി വിഭാഗത്തിനും ഒക്കെ വലിയ എതിർപ്പ് അക്കാലത്ത് ഉയർത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ മിൻഹാജെ സിറാജ് വലിയ ഒരു ചരിത്രകാരൻ കൂടിയാണ്. അപ്പൊ അദ്ദേഹം ഈ സുൽത്താന റസിയയെ കുറിച്ച് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഒരു ലേഡിയാണ്, ഒരു ഫീമെയിൽ ആണ്. പക്ഷെ ഒരു റൂളർ ആവാനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉണ്ട്. പക്ഷെ അവള് ജനിച്ചതൊരു പെണ്ണായിട്ടല്ലേ ജനിച്ചു പോയത് എന്ന് മിൻഹാജ് സിറാജ് എന്ത് ചെയ്തിട്ടുണ്ട്, അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അവരാരും റസിയ സുൽത്താനിന്റെ ക്വാളിറ്റിയിൽ അവർക്ക് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല എന്ന് ഈ ഒരു ചരിത്ര വസ്തുതയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈ റസിയ സുൽത്താനയുടെ കാലത്ത് ഈ ഇബ്നു ബത്തൂത്ത ഒക്കെ പറയുന്നുണ്ട്. ഇബ്നു ബത്തൂത്ത റസിയ സുൽത്താനന്റെ ആ ഭരണത്തെക്കുറിച്ച്, ആ കാലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലത്ത് പറയാറുണ്ട്, ഈ റസിയ സുൽത്താനയും അതുപോലെ ഈ റസിയ സുൽത്താനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമാൻഡറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള യാക്കൂത്ത് അവർ തമ്മിൽ ഒരു ഇലിസിറ്റ് റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇബ്നു ബത്തൂത്ത എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിക്കുന്നത് കാണാൻ കഴിയും. ഏതായാലും അങ്ങനെ ഇവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് റസിയ സുൽത്താനയും അതുപോലെ യാക്കൂത്തുമാണ് യുദ്ധത്തിന് പോകുന്നത്. അങ്ങനെ അവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്ന അൽത്തൂനിയ നമ്മുടെ യാക്കൂത്തിനെ കൊല്ലുകയും റസിയ സുൽത്താനെ ഒരു പ്രിസണറായിട്ട് പിടിക്കുകയും അതിനുശേഷം റസിയ സുൽത്താനെ കല്യാണം കഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ മംലൂക്ക് ഡൈനാസ്റ്റിയുടെ ഭാഗമായിട്ടുള്ള റസിയ സുൽത്താനക്ക് അധികാരം നഷ്ടപ്പെടുകയും റസിയ സുൽത്താന മറ്റൊരാളുടെ ഭാര്യയാവുകയും ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റസിയ സുൽത്താന്റെ കാലം കഴിയുമ്പോൾ ഇൽത്തുമിഷിന്റെ മറ്റൊരു മകനായിട്ടുള്ള ബഹ്റാം ഷാ അധികാരത്തിലേക്ക് വരുന്നു. ബഹ്റാം ഷയാണ് ഒരു രാജാവായിട്ട് അവരോധിക്കപ്പെടുന്നത്. പക്ഷേ ബഹ്റാം ഷായെ അദ്ദേഹത്തിന്റെ ആർമി തന്നെ എന്ത് ചെയ്യാണ്, അദ്ദേഹം കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ സ്വന്തം ആർമി തന്നെ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ, ഏറ്റവും കൂടുതൽ റൂളേഴ്സ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി ഏതാണ്, നമ്മുടെ ഈ മംലൂക്ക് ഡൈനാസ്റ്റിയാണ്. കാരണം പറഞ്ഞു, ചെറിയ ആളുകൾ വരുന്നു, അവരെ മറ്റുള്ളവർ കൊലപ്പെടുത്തുന്നു, അടുത്ത ആൾ വരുന്നു. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കിനെ കുറിച്ച് പഠിക്കുന്നു, അതുപോലെ അതിനുശേഷം വരുന്ന ഇൽത്തുമിഷിനെ കുറിച്ച് പഠിക്കുന്നു, ഇൽത്തുമിഷിന് ശേഷം വരുന്ന റസിയ സുൽത്താനെ കുറിച്ച് പഠിക്കുന്നു, പിന്നെ ബാൽബനെ കുറിച്ച് പഠിക്കുന്നു. എന്ന് വെച്ച് ഈ 4 ആളുകൾ മാത്രമല്ല ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്നത്. അതിന് ഇടയിൽ പല റൂളേഴ്സും വന്നും ഇരുന്നും പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ റൂളേഴ്സ് വന്ന ഒരു ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഈ മംലൂക്ക് ഡൈനാസ്റ്റി ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നീടുള്ള ബാൽബനാണ്. അപ്പോൾ ബാൽബന് ബേസിക്കലി 9ാമത്തെ ഭരണാധികാരിയാണ്. മംലൂക്ക് ഡൈനാസ്റ്റിയുടെ ഭാഗമായി വന്ന 9ാമത്തെ ഭരണാധികാരിയാണ് ബാൽബൻ. അപ്പോൾ
ബാൽബൻ അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ബഹ്റാം ഷാ ഒക്കെ ഭരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ സ്വന്തം ആർമി തന്നെ കൊലപ്പെടുത്തിയ സമയത്തൊക്കെ നാസറുദ്ദീൻ മഹ്മൂദ് എന്ന ഇൽത്തുമിഷിന്റെ വലിയ പുത്രൻ, ഗ്രാൻഡ് സൺ ആണ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ളത് ആരാണ്? ബാൽബനാണ്. ഓക്കെ, അദ്ദേഹത്തെ അധികാരത്തിലേക്ക് വരാൻ സഹായിച്ചിട്ടുള്ളത് ബാൽബനാണ്. അങ്ങനെ ബേസിക്കലി പതുക്കെ നാസറുദ്ദീൻ മുഹമ്മദിനെ ബാൽബൻ തന്നെയാണ് വിഷം കൊടുത്ത് കൊല ചെയ്യുന്നത്, അങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നത് എന്നൊക്കെ നമ്മുടെ ഇബ്നു ബത്തൂത്തൊക്കെ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ബാൽബൻ അധികാരത്തിലേക്ക് വരുന്നത് നാസറുദ്ദീൻ മഹ്മൂദിനെ കൊലപ്പെടുത്തി ഇട്ടാണ് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയാം. ഓക്കെ, ഇനി നമുക്ക് ബാൽബനെ കുറിച്ച് പഠിക്കാം. ഈ ബാൽബൻ ഒന്നുകൂടി വളരെ കഠിനമായിട്ട് പെരുമാറുന്ന, നോബിൾസിനോടൊക്കെ വളരെ മമതയോടുകൂടി ഒരിക്കലും പെരുമാറാൻ തയ്യാറാവാത്ത ഒരു ഭരണാധികാരിയായിട്ടാണ് ബാൽബനെ അറിയപ്പെടുന്നത്. ഓക്കെ, 9ാമത്തെ ഭരണാധികാരിയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് മംലൂക്ക് ഡൈനാസ്റ്റിയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള, ഏറ്റവും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപിക്കുന്നത്. ഐബക്കിന് സാധിച്ചിട്ടില്ല, ഇൽത്തുമിഷ് സാധിച്ചിട്ടില്ല. അതിനുശേഷം വരുന്ന റസിയക്ക് ഇന്റേണൽ സ്ട്രഗിൾസ് ഒരുപാടുള്ളത് കൊണ്ട് റസിയക്കും അതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് ആയ ഒരു മെക്കാനിസം സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബാൽബനാണ്. ഓക്കെ, അപ്പോൾ ബാൽബന് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ആയിരുന്നത് ഈ ചഹൽഗാൻ സിസ്റ്റം ആയിരുന്നു. കാരണം ചഹൽഗാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ രാജ്യത്തെ 40 നോബിൾസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ചഹൽഗാനി സിസ്റ്റം ഒരു വലിയ തലവേദന ആയതുകൊണ്ട് തന്നെ ചഹൽഗാനി സിസ്റ്റത്തെ പതുക്കെ ബാൽബൻ എന്ത് ചെയ്തു? എബോളിഷ് ചെയ്തു. ആ സിസ്റ്റം ഇനി വേണ്ട എന്ന് ബാൽബൻ തീരുമാനിക്കുകയാണ്. മാത്രമല്ല, ബാൽബൻ താൻ ഒരു വലിയ രാജാവാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ ഒരുപാട് ടൈറ്റിൽസ് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ദില്ലുൽ ഇലാഹി എന്ന് പറയും, ഗോഡ്സ് ഷാഡോ. അപ്പോൾ ഗോഡ്സ് ഷാഡോയിലാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ദില്ലുൽ ഇലാഹി എന്ന് അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്? ടൈറ്റിലായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിയാബത്തി ഖുദായ്, ഹാവിങ് ഡിവൈൻ ഗ്രേസ്, ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളാണ് എന്ന് പരാമർശിക്കുന്ന ഒരു ടൈറ്റിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ നാസിർ അമീറുൽ മുഅ്മിനീൻ, നമ്മുടെ ഈ മുസ്ലിം ഖലീഫമാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അമീറുൽ മുഅ്മിനീൻ എന്നാണ് അവർ ഖലീഫമാരെ അഭിസംബോധന ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധിയാണ്, ഒരു ഖലീഫയുടെ ഏറ്റവും വിശ്വസ്തനായ ആളാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ അത് പറഞ്ഞുകൊണ്ടും നോബിൾസിന്റെയും അതുപോലെ പബ്ലിക്കിന്റെയും ഒക്കെ വിശ്വാസ്യത നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിലും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ദില്ലുൽ ഇലാഹി ഉണ്ട്, നിയാബത്തി ഖുദായി ഉണ്ട്, നാസിർ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള 3 ടൈറ്റിൽസ് ഇദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇദ്ദേഹം എന്ത് ചെയ്യാണ്? സെൻട്രലൈസ്ഡ് സിസ്റ്റം അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് പറയുന്നുണ്ട്. ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം സ്ഥാപിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് രാജ്യം കൃത്യമായിട്ട് വ്യവസ്ഥപ്പെടുത്തുകയും അതുപോലെ അതിലൂടെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം കൊണ്ടുവരാൻ സാധിക്കുക മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോൾ അതിന്റെ പേരാണ് ദിവാനി അർദ്. ദിവാനി അർദ് സ്ഥാപിക്കുന്നത് ആരാണ്? നമ്മുടെ ബാൽബനാണ്. ഓക്കെ, പിന്നെ അദ്ദേഹം നോബിൾസിനെ പരമാവധി തനിക്കെതിരെ തിരിയുന്ന എല്ലാ ചോദ്യശരങ്ങളെയും എതിർക്കാനും അതുപോലെ തൻ്റെ കീഴിലായിട്ട് എപ്പോഴും അവരെ നിലനിർത്താനും വേണ്ടിയിട്ട് അദ്ദേഹം ചില പുതിയ നയങ്ങളും പുതിയ ചിന്താഗതികളുമൊക്കെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇദ്ദേഹത്തിന് മുന്നിലേക്ക് വരുന്ന സമയത്ത് രാജാക്കന്മാർ എന്ത് ചെയ്യണം? പ്രോസ്ട്രേഷൻ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ കാല് ചുംബിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ ചുംബിക്കണം. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാനുള്ള മാർഗങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? കൊണ്ടുവരുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നോബിൾസിന് ഒരിക്കലും ഇദ്ദേഹത്തെ തകർക്കാനോ ഇദ്ദേഹത്തെ മാറ്റി നിർത്തി അധികാരത്തിലേക്ക് വരണമെന്നുള്ള ചിന്ത പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നോബിൾസിനെ താഴ്ത്തി കെട്ടുന്ന രൂപത്തിലുള്ള പുതിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന സമയത്ത് സുജൂദ് ചെയ്യണം അല്ലെങ്കിൽ എന്നുള്ള ഒരു നയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കിസ്സിങ് ഫീറ്റ് എന്ന് അറബിയിൽ പറയുന്ന പേരാണ് പൈബോസ്, അല്ലെങ്കിൽ പേർഷ്യൻ ലാംഗ്വേജിൽ പറയുന്ന പേരാണ് പൈബോസ്. സുജൂദ് ചെയ്യുന്ന എന്ന് പറയുന്ന പേരാണ് സജിദ. ഓക്കെ, പിന്നെ അതുപോലെ നോബിൾസ് കൈ ചുംബിക്കുന്നതിന് പറയുന്ന പേരാണ് ജംനിബാസ്. ഇങ്ങനെ ജംനിബാസ്, സജിദ, പൈബോസ് തുടങ്ങിയുള്ള സിസ്റ്റം ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ
ബാൽബനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ദിവാനി അർസ്, മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമാക്കിയിരുന്നത് ഒരിക്കൽ നോബിൾസിന് തനിക്കെതിരെ തിരിയാനുള്ള ഒരു അവസരം അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, ഒരുക്കി കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇൽത്തുമിഷിന്റെ കാലത്തും അതുപോലെ തന്നെ ഇൽത്തുമിഷിന്റെ കാലത്താണ് ആദ്യമായിട്ട് മംഗോളിയന്മാർ ഇന്ത്യ ആക്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലത്താണ് ചെങ്കിസ് ഖാൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് ഒരു പോളിസി ഓഫ് ആലുഫ്നെസ് ഇതൊന്നും ശ്രദ്ധിക്കാതെയുള്ളൊരു ഭരണം, ഒരു പോളിസി സ്വീകരിച്ച ഒരാളായിരുന്നു ഇൽത്തുമിഷ് എന്ന് നമുക്കറിയാം. എന്നാൽ മംഗോളിയന്മാര് നമ്മുടെ ബാൽബന്റെ സമയമായപ്പോഴേക്കും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഇന്ത്യ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരോട് ബ്ലഡ് ആൻഡ് അയൺ പോളിസി ആയിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതായത് ബ്ലഡ് ആൻഡ് അയൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം അവരോട് റെസിസ്റ്റ് ചെയ്യുകയും അവരോട് യുദ്ധം ചെയ്യാനും യാതൊരു മടിയും കാണിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ എല്ലാവിധ സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം എന്തിട്ടുണ്ട്, അവരെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കറിയാം നോബിൾസിനോട് ഇദ്ദേഹത്തിന് എപ്പോഴും കലഹമാണ്. മാത്രമല്ല ഈ ചഹൽഗാൻ സിസ്റ്റം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എബോളിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോഴും നോബിൾസിനൊക്കെ ഇംപ്രസ് ചെയ്യാനുള്ള ചില പരിപാടികളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആസൂത്രണം ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു നൗറൂസ് എന്ന പേർഷ്യയില് അക്കാലത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പേർഷ്യൻ ഫെസ്റ്റിവലാണ്. അത് നോബിൾസിനെ കൂടി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. മാത്രമല്ല നമ്മൾ റസിയ സുൽത്താന്റെ കാലം വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു റസിയ സുൽത്താൻ എന്ത് ചെയ്തിട്ടുണ്ട്, നോൺ ടർക്കിഷായ ആളുകൾ ഒരുപാട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസിയ സുൽത്താനോട് നോബിൾസിന് വലിയ ദേഷ്യം ഉണ്ടായിരുന്നു, അവരോട് കലഹം ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോൺ ടർക്കിഷായ ആൾക്കാരെ ബാൽബൻ വീണ്ടും ഒഴിവാക്കുകയും പ്രധാനമായിട്ടൊരു മോണോപ്പൊളി, ഒരു ബ്യൂറോക്രസിയിലെ മോണോപ്പൊളി വീണ്ടും തുർക്കികളുടെ കയ്യിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ബാൽബൻ മരിക്കുന്നുണ്ട്. ബാൽബൻ 1287 മരിക്കുന്നത്. അപ്പോൾ ഒരു ദീർഘകാലം അദ്ദേഹം ഇന്ത്യ ഭരിക്കുകയും ഇന്ത്യ ഒരു മംലൂക്ക് ഡൈനാസ്റ്റിയിൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം കൊണ്ടുവരികയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്താണ് ഒരു അദ്ദേഹത്തിന് ടോംബ് അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ടോംബ് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ആ ടോംബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൂ ഇസ്ലാമിക് ആർച്ച്, അതായത് പേർഷ്യയിലൊക്കെ കാണപ്പെടുന്നിട്ടുള്ള ഈ ഒരു ആർച്ച് സിസ്റ്റം ഉണ്ടല്ലോ, ഈ ആർച്ച് സിസ്റ്റം ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ ബാൽബന്റെ ടോംബിൽ കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മംലൂക്ക് ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മൾ പറഞ്ഞു കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ട്. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിം ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മുഹമ്മദ് കാസിമിനെയാണ് പറയേണ്ടത്. അതിനുശേഷം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ടർക്കിഷ് റൂളർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയണം, നമ്മുടെ മഹ്മൂദ് ഗസനിയെ പറയണം. അതിനുശേഷം മഹ്മൂദ് ഗസനി ഒരിക്കലും ഇന്ത്യ വന്ന് കീഴടക്കി ഇന്ത്യയിൽ ഒരു ഡൈനാസ്റ്റി സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടേ ഇല്ല. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നു, അതുപോലെ പണം ഒരുപാട് കൊള്ളയടിക്കുന്നു, എന്നിട്ട് തിരിച്ചുപോയി ഗസനി എന്ന തന്റെ ക്യാപിറ്റൽ നന്നായി നല്ല മെച്ചപ്പെട്ട രീതിയിലാക്കണം എന്ന് മാത്രമേ അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഗസനി തിരിച്ചു പോകുന്നു. പിന്നീട് വരുന്ന ഗോറികൾ വരുന്ന സമയത്ത് ഇവിടെ ഭരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് ചൗഹാന്മാരെ വളരെ സിമ്പിളായിട്ട് പൃഥ്വിരാജ് ചൗഹാന്റെ മുന്നിൽ ബാറ്റിൽ ഓഫ് ടെറൈനിൽ ആദ്യമായിട്ട് പരാജയപ്പെടുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ എന്ത് ചെയ്യാണ്, നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി അധികാരത്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഖുറൈഡ് എംപയർ ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അടിമയായിട്ടുള്ള ഡൽഹി ഭരിക്കാൻ വേണ്ടിയിട്ട് തന്റെ അടിമയായിട്ടുള്ള കുത്തുബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം കമാൻഡർ കൂടിയാണ്. മാത്രമല്ല ബംഗാൾ ഭാഗത്തേക്ക് ബക്തിയാർ ഖിൽജിയും എന്ത് ചെയ്യുന്നുണ്ട്, പടയോട്ടങ്ങൾ നയിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കുത്തുബുദ്ദീൻ ഐബക്ക് വരുന്നു. കുത്തുബുദ്ദീൻ ഐബക്കിന് ശേഷം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കുത്തബ് മിനാറാണ്. അതുപോലെ അതിന് തൊട്ടടുത്ത് വരുന്ന ഒരു ഖുവത്തുൽ ഇസ്ലാം മോസ്കും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. അങ്ങനെ ഇത് രണ്ടും ശേഷം അദ്ദേഹം പോളോ കളിക്കുന്ന സമയത്താണ് അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് വീണ് അവിചാരിതമായി മരണപ്പെട്ടു പോകുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ശേഷം വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി ഇൽത്തുമിഷാണ് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മൾ കുത്തബ് മിനാർ കംപ്ലീറ്റ് ആക്കിയത് അദ്ദേഹമാണെന്ന് പറഞ്ഞു, ഖുവത്തുൽ ഇസ്ലാം കംപ്ലീറ്റ് ആക്കിയത് അദ്ദേഹമാണെന്ന് പറഞ്ഞു, പിന്നെ ഒരു ചഹൽഗാൻ സിസ്റ്റം ഇവിടെ സ്റ്റാർട്ട് ചെയ്ത അദ്ദേഹമാണ്. അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഒരാൾ കൂടിയാണ് നമ്മുടെ ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് ശേഷം അദ്ദേഹത്തിന്റെ
മകളായിട്ടുള്ള ബുദ്ധിമതിയായ മകളായ റസിയയെ ഏൽപ്പിക്കുന്നു. റസിയയും ഇവരും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് നടക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ കോൺഫ്ലിക്റ്റ് നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ടർക്കിഷ് അല്ലാത്ത ആൾക്കാരെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നു എന്നതായിരുന്നു അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ റസിയ സുൽത്താനെ അൽത്തൂനിയെ പിടിച്ച് കൊണ്ടുപോവുകയും ഒരു പ്രിസണറായി പിടിക്കുകയും പിന്നെ അൽത്തൂനിയെ കല്യാണം കഴിക്കുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു രാജാവ് ബാൽബനാണ്. ബാൽബൻ നേരെ ഇൽത്തുമിഷ് കൊണ്ടുവന്ന ആ ഒരു പോളിസിയിൽ മാറി, പോളിസി ഓഫ് ആലൂഫ്നെസ്സിൽ നിന്ന് ബ്ലഡ് ആൻഡ് അയൺ പോളിസിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. ഒരു നല്ല സെൻട്രലൈസ്ഡ് സിസ്റ്റം സ്ഥാപിക്കുകയാണ്, ഒരു പുതിയ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കുകയാണ്. അങ്ങനെ നൗറൂസ് ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അദ്ദേഹമാണ്. അങ്ങനെ വെറൈറ്റി ഓഫ് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡൽഹി സുൽത്താനേറ്റിലെ മംലൂക്ക് ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട പോർഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനുള്ളത് നെക്സ്റ്റ് പോർഷൻസ് ഖിൽജി ഡൈനാസ്റ്റിയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിന് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.